പൊതുദർശനത്തിന് വേണ്ടി എത്തിച്ചേർന്ന പരമാവധി ആളുകളും കുട്ടികളെ കണ്ടു കഴിഞ്ഞു. ഒരുപാടധികം ആളുകൾ ഉണ്ടായിരുന്നു. ജില്ലയുടെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ കുട്ടികളെ കണ്ട് അന്തിമോപചാരം അർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇവിടെ സമീപത്ത് തന്നെയാണ്, വളരെ അടുത്താണ് തുപ്പനാട് പള്ളി എന്ന് പറയുന്നത്. ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഓപ്പോസിറ്റ് ആ വഴിയിലേക്ക് കുറച്ചങ്ങ് പോയാൽ ആ പള്ളിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. അവിടെ എത്തിച്ചേർന്ന് ഈ കുട്ടികളുടെ സംസ്കാര നടപടികൾ കൂടി നടക്കും. ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഹാളിൽ പൊതുദർശനം ഏതാണ്ട് പൂർത്തിയാകുന്നു. ഇനി കുറച്ച് സമയം കൂടെ 10:05 ആയിരിക്കുന്നു. കുറച്ച് സമയം കൂടി മാത്രമേ അവിടെ പൊതുദർശനം ഉണ്ടാകൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം നേരെ പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോകും. അവിടെ വെച്ചായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഉണ്ടാവുക. ഈ നാട് കണ്ണീരോടുകൂടി നമുക്കിത് കാണാൻ കഴിയും. അത്രയധികം ആളുകളാണ് ഈ കുട്ടികളെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി വന്നത്. ഇതുവരെ കുട്ടികളെ ഒരുപക്ഷെ നേരിട്ട് അറിയാവുന്ന ആളുകളൊന്നുമല്ല. നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ സമൂഹത്തിൻ്റെ പല മേഖലകളിൽ നിന്നുള്ള ആളുകളാണ്. അവരൊക്കെ ഈ കുട്ടികളെ കണ്ട് അന്തിമോപചാരം അർപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി എത്തിച്ചേർന്നതാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ കേരളത്തിൻ്റെ ഒരു നോവായി ഈ കുട്ടികൾ മാറുകയാണ്. പ്രത്യേകിച്ച് ഈ അപകടമുണ്ടായ പശ്ചാത്തലമൊക്കെ കേൾക്കുമ്പോഴാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ വേദനയും സങ്കടവും ഒക്കെ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അവസാനമായി ഈ കുരുന്നുകൾ ഒരു നോക്ക് കാണുക എന്നുള്ള ആവശ്യവുമായിട്ടാണ് ഈ ആളുകൾ ഈ കണ്ട മനുഷ്യർ അത്രയും ഇവിടേക്ക് എത്തിച്ചേർന്നത്. അതിപ്പോൾ നേരത്തെ ഈ വരി എന്ന് പറയുന്നത് ഈ കുട്ടികളെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള നീണ്ട ക്യൂ ഈ കരിമ്പനക്കൽ ഹാളിൻ്റെ കവാടവും കടന്ന് റോഡിലേക്ക് വരെ നീണ്ടു കിടക്കുന്ന സാഹചര്യമായിരുന്നു. അങ്ങനെ ഒരുപാടധികം ആളുകൾ കുട്ടികളെ കാണുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ ആ ക്യൂ എല്ലാം ചുരുങ്ങി. പരമാവധി ആളുകൾ കുട്ടികളെ ഇതിനോടകം തന്നെ കണ്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ ആംബുലൻസിൽ ഈ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. അവിടുത്തെ ഖബർസ്ഥാനിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഖബറുകൾ ഇതിനോടൊപ്പം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. അവിടെ അതിൻ്റെ നടപടികൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി കൃത്യം 10:00 മുൻപായി തന്നെ, അതായത് 10:30 എന്നുള്ളതാണ് ഒരു സമയം വെച്ചത്, അതിന് മുൻപായി തന്നെ സാധ്യമാകുമെങ്കിൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ സംസ്കാരത്തിന് വേണ്ടി കൊണ്ടുപോകും. അതേസമയം കരിമ്പനക്കൽ ഹാളിൽ നിന്ന് നടക്കും. അതായത് കരിമ്പനക്കൽ ഹാളിൽ നിന്ന് മൃതദേഹം അങ്ങോട്ടേക്ക് എടുക്കാനുള്ള ഒരുക്കങ്ങളാണ് തോന്നുന്നു. എങ്കിൽ 10:30 എന്താണ് സംസ്കാരം എന്ന് പറയുന്ന ആ സമയം കൃത്യമായി തന്നെ പാലിക്കാൻ അവർ ശ്രമിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കാരണം ഇന്നിപ്പോൾ വെള്ളിയാഴ്ചയാണ്, ഉച്ചപ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പ് പള്ളിയിൽ ഈ പറയുന്ന ചടങ്ങുകൾ പൂർത്തിയാക്കുക എന്നൊരു ഉദ്ദേശം കൂടിയുണ്ട്. ഇപ്പോൾ അവിടെ നിന്ന് മൃതദേഹങ്ങൾ പള്ളിയിലേക്ക് തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എടുക്കാനുള്ള ഒരുക്കങ്ങളാണ് എന്ന് തന്നെയാണ് തോന്നുന്നത്. അതിൻ്റെ മുന്നിൽ അവസാന ആദരമായി വെച്ച റീത്തുകളൊക്കെ മാറ്റുന്നു. മൃതദേഹങ്ങൾ ഇപ്പോൾ ഈ കരിമ്പനക്കൽ ഓഡിറ്റോറിയത്തിൽ നിന്ന് അധിക ദൂരെയല്ല തുപ്പനാട് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റ് ഒരു വഴി അകത്തേക്ക് പോയാൽ തന്നെ ജുമാ മസ്ജിദായി. അതുകൊണ്ട് അങ്ങോട്ടേക്ക് എത്താൻ അധിക സമയം വേണ്ടിവരില്ല. നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ തന്നെ അവരുടെ വീട്ടിൽ ഐഷയുടെ ഒക്കെ വീട്ടിൽ നിന്ന് ഐഷയുടെ മൃതദേഹം എടുക്കാൻ നേരമൊക്കെ കേട്ട കരച്ചിലൊക്കെ ഏതെങ്കിലും കാലത്ത് ആർക്കെങ്കിലും മറക്കാൻ പറ്റുമോ? അവരുടെ സഹപാഠികൾ വന്ന് ഐഷ എന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. ആ വിളി എങ്ങാനും ഐഷ കണ്ണു തുറന്നാലോ എന്ന ഉറപ്പായും ആത്മാർത്ഥമായ പ്രതീക്ഷയിൽ വിളിക്കുന്ന വിളിയാണല്ലോ. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിലെ വേദനയൊക്കെ സാധ്യമായ വേദനയാണ്, താങ്ങാനാവാത്ത വേദനയാണ്. പിന്നെ കാലക്രമേണ സഹപാഠികളുടെ ഒക്കെ വേദന ഒരു പരിധിവരെയെങ്കിലും ഒരു പരിധിവരെയെങ്കിലും കുറയും. ടൈം ഹീൽ എന്നൊരു സംവിധാനമുണ്ടല്ലോ, അതിൽ കുറയും എന്ന് പ്രതീക്ഷിക്കാമെങ്കിലും എന്ന് കരുതാമെങ്കിലും ഈ കുഞ്ഞുങ്ങളുടെ അച്ഛനമ്മമാരുടെ വേദന ഏത് കാലക്രമേണത്തിലും മാറുന്ന ഒന്നല്ല. അത് കാലാകാലങ്ങളിൽ അവർക്കൊപ്പം മാത്രം അവരുടെ ആയുഷ്കാലത്ത് ഉടനീളം നിൽക്കാൻ പോകുന്ന വേദനയാണ്. അത് വല്ലാത്ത വിധി എന്നേ പറയാൻ കഴിയൂ. ഇവിടെ ഇന്നിപ്പോൾ 11 മണിക്ക് പനയമ്പാടി ഈ അപകടങ്ങൾ തുടർക്കഥയാവുന്ന കളക്ടറേറ്റിൽ 11 മണിക്ക് എന്തോ യോഗം ചേരുന്നുണ്ട്. മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാവുന്നതിലെ ശാശ്വത പരിഹാരം വേണമെന്നൊക്കെ നാട്ടുകാർ നല്ല രൂക്ഷമായി തന്നെ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മന്ത്രിമാരും ഉദ്യോഗസ്ഥരൊക്കെ അവിടെ ഇരിക്കുകയാണ്. അവരിയ്ക്കുമ്പോഴൊക്കെ ഉറപ്പായും അവരുടെ കണ്ണിലൊക്കെ അവരുടെ മനസ്സിലും ഈ വേദനകളും ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇനി ഈ ദൃശ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പനയമ്പാടി വളവിൽ ചെയ്യാൻ കഴിയുന്നത് എന്താണ് എന്ന വളരെ സീരിയസ് ആയ ആലോചന ആ യോഗത്തിൽ നടക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ആഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. തുപ്പനാട് ജുമാ മസ്ജിദിൽ ഒരു ഖബറിനകത്ത് 4 ഖബറുകൾ, യഥാർത്ഥത്തിൽ അത് ഒരൊറ്റ ഖബറാണ് എന്ന് വേണമെങ്കിൽ പറയാം സാങ്കേതികമായി. ആ ഖബറിനകത്ത് 4 മുറികൾ, ഒരു വീടിൽ 4 മുറികൾ എന്ന് പറയും മട്ടിൽ ഒരു വലിയ ഖബറിനകത്ത് ഈ 4 കുഞ്ഞുങ്ങൾക്കായി 4 കൂട്ടുകാർക്കായി 4 മുറികൾ തീർത്തിരിക്കുന്ന മട്ടിൽ 4 ഖബറുകൾ ഒരുക്കിയിരിക്കുന്ന സങ്കട ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. ഇന്നലെ വരെ അവരുടെ കൂടെ ഇരുന്ന് പഠിച്ച കൂടെ പഠന പാഠ്യത ഇപ്പോൾ ഐഷ ഒക്കെ ഈ പറയുന്ന ഒപ്പനയിലെ പതിവ് മണവാട്ടിയാണെന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒപ്പനയിലെ ഇപ്പോൾ സ്കൂളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. ഒപ്പനയിൽ ഒരു മണവാട്ടി ഉണ്ടെങ്കിൽ സ്ഥിരമായി മണവാട്ടിയാകുന്ന ഒരു വിദ്യാർത്ഥി ഉണ്ടാകും. അത് കലോത്സവങ്ങളിലൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അങ്ങനെ ആ സ്കൂളിലെ പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ വളരെ സജീവമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളാണ്, നന്നായി പഠിക്കുന്നവരാണ്. അപ്പോൾ അവർ ഇന്നലെ വരെ അവിടെ കൂടെ ഉണ്ടായിരുന്ന പരീക്ഷയൊക്കെ എഴുതിയ കുട്ടികൾ
അവരെ അടക്കാൻ പോകുന്ന കബറിടത്തിലേക്ക് ആ സ്കൂളിലെ മറ്റു കുട്ടികൾ കാണാൻ വരുന്ന കാഴ്ചയൊക്കെ എന്തൊരു വല്ലാത്ത കാഴ്ചയാണ്. അപ്പോൾ അങ്ങനെ ദൗർഭാഗ്യകരമായ, അസാധാരണമായ, സങ്കടകരമായ കാഴ്ചകളുടെ വെള്ളിയാഴ്ചയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ നമ്മളിത് കാണുന്നു. കരിമ്പരിക്കൽ ഹാളിൽ നിന്ന് മൃതദേഹം അല്പസമയത്തിനകം അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ പോവുകയാണ്. അവിടെ പൊതുദർശനം പൂർത്തിയായെന്ന് ചോദിച്ചാൽ പൂർത്തിയായിട്ടില്ല. അതിന് കാരണം ആ ഹാളിലേക്ക് ഇപ്പോഴും ഒരുപക്ഷെ അതിൻ്റെ പുറത്തെ ക്യാമറ ദൃശ്യങ്ങൾ നോക്കിയാൽ ഇപ്പോഴും അങ്ങോട്ടേക്ക് എത്തുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. പക്ഷേ അവർക്കെല്ലാം ഒരു നോക്ക് കാണാനുള്ള അവസരം ഒരുക്കുക എന്നത് കാത്തിരുന്നാൽ ഒരുപക്ഷെ അത് വല്ലാതെ വൈകിപ്പോകാനിടയുണ്ട്. അതുകൊണ്ടാണ് 10 മണിയായപ്പോൾ തന്നെ, അതിനു മുമ്പ് പണക്കാട് സാദിഖലി ശിഹാബ്ദങ്ങളും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വന്നു. അവരെ ഖബറിലേക്ക് എടുക്കും മുമ്പ് കൊടുക്കേണ്ട അവസാന ട്രിബ്യൂട്ട്, അവസാന പ്രാർത്ഥന, മയ്യിത്ത് നിസ്കാരം അത് നൽകി, അത് പ്രാർത്ഥിച്ചു. അതിനുശേഷം അധികം വൈകാതെ തന്നെ, സമയക്രമം പാലിക്കാനെന്ന മട്ടിലധികം വൈകാതെ തന്നെ തുപ്പനാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകാനുള്ള, അങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് പോകാനുള്ള ഒരുക്കങ്ങളൊക്കെ ഇപ്പോൾ പൂർത്തിയാവുകയാണ്. അധികം വൈകാതെ 10:30 എന്ന് പറയുന്ന സമയത്തിനോടകം തന്നെ അങ്ങോട്ടേക്ക് എത്തിക്കുക എന്നുള്ള ശ്രമം തന്നെയാണ് ബന്ധുക്കളുടെയും ഒക്കെ ഉള്ളത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിന് കാരണങ്ങളിലൊന്ന് ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഉച്ചപ്രാർത്ഥനയൊക്കെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. നമ്മൾ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള, അങ്ങോട്ടേക്ക് സന്തക്ക് എന്നാണ് അതിന് പറയുക, അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള, പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള, മൃതദേഹം കൊണ്ടുപോകാനുള്ള ഉപകരണം അങ്ങോട്ടേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഒരുപാട് അടുത്താണ്. അതിനിപ്പോൾ ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട കാര്യമൊന്നുമില്ല. അത് ഈ പറയുന്ന ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് വഴി നടന്ന് ഒരു ഇടവഴി അകത്തോട്ട് കയറുമ്പോഴേക്കും തുപ്പനാട് ജുമാ മസ്ജിദാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ മയ്യത്ത് കൊണ്ടുപോകാനുള്ളൊരു മഞ്ചൽ എന്നൊക്കെ പറയാവുന്ന സന്തക്ക് എന്ന് പറയുന്ന അത് പള്ളിയിലാണ് ഉണ്ടാവുക. പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു. അവിടെ നിന്ന് ഓരോ മൃതദേഹമായി, ഓരോ മയ്യത്തായി അതിലേക്ക് എടുത്തു വെച്ച് അങ്ങോട്ടേക്ക് കൊണ്ടുപോയി അടക്കുക എന്നുള്ളതാണ് ഇനിയുള്ള അവസാനവട്ട ക്രമങ്ങൾ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാകുന്നു. നിഖിൽ പ്രമേഷും സൂരജ് സജിയും തുടരുന്നുണ്ട്. നിഖിൽ ഇത് ഇവിടുന്ന് ഈ കരിമ്പനക്കൽ ഹാളിൽ നിന്നും തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്ര ദൂരമുണ്ട്? മൃതദേഹം, എനിക്ക് തോന്നുന്നു മൃതദേഹം ആളുകൾ എടുത്ത് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് തോന്നുന്നു, അല്ലേ? കാണുന്നതാണ്, ഇതാണ് കരിമ്പനക്കൽ ഹാള്. നമുക്ക് കാണാൻ പറ്റും. ഇതാണ് കരിമ്പനക്കൽ ഹാള്. ഇവിടെ നിന്ന് നേരെ പഴയ വഴിയാണ്, അതായത് പുതിയ റോഡിലൂടെയാണ് ഇപ്പോൾ വാഹനങ്ങൾ കടന്നു പോകുന്നത്. പഴയ വഴിയെ ഏതാണ്ട് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ ഈ തുപ്പനാട് ജുമാ മസ്ജിദിലേക്ക് എത്താൻ കഴിയും. വളരെ അടുത്താണ് ഈ പള്ളി ഉള്ളത്. പക്ഷേ ആംബുലൻസിലായിരിക്കും ഒരുപക്ഷെ മൃതദേഹങ്ങൾ കൊണ്ടുപോകുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. സത്യത്തിൽ ഇവിടെ നിന്ന് എടുത്ത് കൊണ്ടുപോകാവുന്ന അത്രയും അടുത്താണ്, വളരെ അടുത്താണ് ഈ പള്ളി ഉള്ളത് എന്നിരിക്കുകയും ഒരുപക്ഷെ ആംബുലൻസിൽ തന്നെയായിരിക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം ചെറിയ രീതിയിൽ ഇവിടെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ആംബുലൻസിലായിരിക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇരുഭാഗങ്ങളിലും ഇപ്പോൾ ഈ കുട്ടികളെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ള ആളുകളാണ്. അവരുടെ വലിയ നിര തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പോലീസ് ഇവിടെ ഗതാഗത കുരുക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ആളുകളെ ഇങ്ങനെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇരുഭാഗങ്ങളിലേക്കുമായി ആളുകളെ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും മൃതദേഹങ്ങൾ പുറത്തേക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കാരണം കൃത്യസമയം പാലിക്കാൻ വേണ്ടി ഇപ്പോൾ ഓരോരുത്തരുടെയും മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ പൂർത്തിയാക്കി, ചടങ്ങുകൾ പൂർത്തിയാക്കണമെങ്കിൽ ഏതാണ്ട് സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കൃത്യസമയം പാലിച്ചുകൊണ്ട് 10:30 എന്ന് പറയുമ്പോഴേക്കും പള്ളിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളാണ് സ്വീകരിച്ചു പോരുന്നത്. അതേസമയം ഈ ഓഡിറ്റോറിയത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഗതാഗത കുരുക്ക് രൂപപ്പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ആളുകൾ ഇരുഭാഗങ്ങളിലേക്കും നീക്കി ആ ഒരു ഗതാഗത കുരുക്കുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കുട്ടികളുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ വെച്ച് ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗവും കൂടി ചേരാനിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇന്നലെ അവസാനമായി കാണുകയാണ്, അവസാനമായി ബന്ധുക്കൾ ഇനി ഒരു കാഴ്ച കുഞ്ഞുങ്ങളുടെ മുഖത്തില്ല. അവസാന കാഴ്ച എന്നൊക്കെ പറയുന്നതാണ്. ഇനിയിപ്പോൾ അവർ ഈ ലോകത്തില്ല, ഇനിയുള്ള ഇവരുടെ ഓർമ്മകൾ മാത്രത്തിൽ ജീവിക്കണം ആ ബന്ധുക്കൾ എന്നുള്ള യാഥാർത്ഥ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. ഒരു പരിധിവരെയെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ കൂടിയും ഇന്നലെ വരെ കൂടെ കളിച്ചിരുന്ന പ്രിയപ്പെട്ട മക്കൾ നാളെ മുതൽ അവർ പള്ളിക്കാട്ടിൽ ഉറങ്ങാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം പൂർണ്ണാർത്ഥത്തിൽ ഇവർക്ക് തിരിച്ചറിയുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ കാഴ്ച അവസാനത്തെ കാഴ്ചയാണെന്ന് നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. അതിൻ്റെ വേദന, അതിൻ്റെ ബ്രേക്ക് ഡൗൺ ഒക്കെ നമുക്കവിടെ കാണാം. എല്ലാ മരണ വീടുകളിലെയും ഒരു കാഴ്ചയാണ്. അവസാനമായി ഈ മൃതദേഹം പള്ളിയിലേക്കൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മൃതദേഹം ഉദകക്രിയകൾക്ക് ശേഷം ദഹിപ്പിക്കാനൊക്കെ എടുക്കുമ്പോൾ അവസാനമായി കാഴ്ചയാണ്. ഇനി ഈ ബന്ധുവിനെ, ഈ അടുത്ത ബന്ധുവിനെ നമ്മൾ ഇനി കാണില്ല, ഈ ലോകത്ത് കാണില്ല.
ഇന്ന് തിരിച്ചറിവിൽ അവസാനമായി കാണുന്ന ഒരു യാത്രയപ്പ് മൊമെൻ്റ് ഉണ്ടല്ലോ, അത് അങ്ങേറ്റം സങ്കടകരമായ വേദനാജനകമായ മൊമെൻ്റാണ്. ആ മൊമെൻ്റ് തീരെ കുഞ്ഞുങ്ങൾ കൂടിയാകുമ്പോൾ പ്രായമായോ അല്ലെങ്കിൽ കൊയ്യാതെ കിടന്നോ ഒക്കെ മരിക്കുന്ന പോലെയല്ല. ഇതിപ്പോൾ ആകസ്മികം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ആകസ്മികമായി പെട്ടെന്നൊരു നാൾ സ്കൂളിലേക്ക് പോയി വൈകിട്ട് വീട്ടിലേക്ക് വന്ന് ചായയും സ്നാക്സും ഒക്കെ കഴിക്കേണ്ട കുഞ്ഞുങ്ങൾ പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചുപോയി എന്ന് പറയുന്നത് അങ്ങേയറ്റം ആകസ്മികമാണ്. ആ ആകസ്മികതയുടെ വേദന എന്ന് പറയുമ്പോഴും അത്രത്തോളം ഇരട്ടി വേദനയാണ്. ആ വേദനയുടെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ മുതൽ തന്നെ ഇണമുറിയാതെ കാണുകയാണ്. രാവിലെ മുതൽ തന്നെ ആ വീട്ടിലുള്ള ദൃശ്യങ്ങൾ, ആ കണ്ണീര്, സങ്കട പറച്ചിലുകൾ, വിതുമ്പലുകൾ, പൊട്ടിക്കരകളിലൊക്കെ നമ്മൾ രാവിലെ മുതൽ തന്നെ കാണുന്നുണ്ട്. അത് ഈ പറയുന്ന മരണം അങ്ങേയറ്റം ആകസ്മികമാകുമ്പോൾ അതിൻ്റെ വേദനകളും അങ്ങേയറ്റം പതിന്മടങ്ങാകും എന്നുള്ളത് കൊണ്ടുകൂടിയാണ് ചന്തക്ക് എന്ന് പറയുന്ന മയ്യത്ത് മഞ്ചം എന്നൊക്കെയാണോ പറയുക, എന്താണെന്നറിയില്ല, പള്ളിയിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിൽ മൃതദേഹം എടുത്തു വെച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയായിരിക്കുന്നു. അത് ആംബുലൻസിൽ കൊണ്ടുപോകുമെന്നാണ് നേരത്തെ നിഖിൽ പരമേഷ് പറഞ്ഞത്. അവിടുന്ന് അടുത്ത് തന്നെയാണ് പള്ളി. സാധാരണഗതിയിൽ പള്ളി അടുത്തൊക്കെ ആണെങ്കിൽ തോളിലേന്തി അങ്ങ് കൊണ്ടുപോകലാണ് നമ്മൾ കാണുന്നത്. നമ്മൾ പല ദൃശ്യങ്ങളൊക്കെ കാണാറുള്ളതാണ്. തോളിലേന്തി അങ്ങ് കൊണ്ടുപോകലാണ്. ഇതിപ്പോൾ 4 പേരുണ്ട്. 4 പേരുടെ മൃതദേഹം ഒരുമിച്ച് പള്ളിയിലേക്ക് എത്തിക്കണം. 4 പേര് ഏതാണ്ട് ഒരുമിച്ച് തന്നെയാണ് ആ കബറിടങ്ങൾ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ആംബുലൻസിൽ തന്നെ കൊണ്ടുപോകുമെന്നുള്ളതാണ് നിഖിൽ പരമേഷ് പറഞ്ഞത്. മാത്രമല്ല അവിടെ മഴയുമുണ്ട്. മഴയാണെങ്കിൽ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാകും.